Welcome back to my channel English Grammar Teaching and Learning. So, we come to the last part of the parts of speech, articles. Today we study articles. Articles are demonstrative adjectives or determinants. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. നൗണിനെ വിശേഷിപ്പിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഡിമോൺസ്ട്രേറ്റീവ് ആണ്. നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കുമാണ്, നോൺ സ്പെസിഫിക്കുമാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ. ദർ ആർ 3 ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ്: എ, ആൻഡ് ദി. നമുക്ക് ഇംഗ്ലീഷിൽ 3 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്: എ, and the. The is the definite article. The definite article ആണ്. Definite, from the word we can understand something is definite or particular or specific. നമുക്കത് സ്പെസിഫൈഡ് ആണ്, ഡെമോൺസ്ട്രേറ്റീവ്. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള സംതിങ്ങിനെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് അതിനെ ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി. ദെൻ എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ എ, the definite article, a and indefinite article. Indefinite article. ഇനി ഇതിൻ്റെ യൂസ് നമുക്ക് എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് സിമ്പിളായി ഒന്ന് പഠിക്കാം. ആർട്ടിക്കിളിൽ പ്രത്യേക ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആദ്യം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തന്നെ നോക്കാം. Wherever we can use definite article the. Definite article the is used first one before the universal truth. യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ യുണിക് ആയിട്ടുള്ളതിൻ്റെ മുന്നിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ദി സൺ, ദി മൂൺ, ദി സ്കൈ, ദി എർത്ത്. അതുപോലെ പ്രാപഞ്ചിക സത്യങ്ങൾ ദി സൺ, ദി മൂൺ, ദി എർത്ത്, ദി സ്കൈ എന്നൊക്കെ, ദി ഹെവൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കേസ് ബിഫോർ ഹോളി ബുക്സ്. ഹോളി ബുക്സിന് മുന്നിൽ ദി ബൈബിൾ, ദി രാമായണ, ദി ഖുറാൻ, ദി മഹാഭാരത എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ആ ഹോളി ബുക്സിന് മുന്നിൽ ഉപയോഗിക്കുന്നു. 3 സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുമ്പിൽ ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ്. ദി റിച്ചസ്റ്റ്, ദി പൂറസ്റ്റ്, ദി സ്മാളസ്റ്റ്, ദി ടോളസ്റ്റ്, അതേപോലെ പോകുന്നു. ഇനി നാലാമത്തത് മൗണ്ടെയിൻസിൻ്റെ മുന്നിൽ മൗണ്ടെയിൻസ്, അതുപോലെ റിവേഴ്സ്, ഓഷൻസ്, ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ്, ദി മലയാള മനോരമ, ദി ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ്, അതേ രീതിയിൽ ദി ദേശാഭിമാനി, അവിടെ അങ്ങനെയൊക്കെ നമുക്ക് ദി. ഇനി നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, വെൻ ഐ വാസ് കമ്മിങ് ടു ഹിയർ, അല്ലെ വെൻ ഐ ഓൺ ദി വേ ഐ സാ എ ക്യാറ്റ്, ദി ക്യാറ്റ്. ദി നോവൽ വിച്ച് യു ഗവ് യെസ്റ്റർഡേ വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് നോവൽ. അപ്പോൾ അവിടെ ദി നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഐ വെൻറ്റ് ടു ദി ഹോസ്പിറ്റൽ വേർ മൈ ഫാദർ ഈസ് അഡ്മിറ്റഡ്, ഓർ വേർ മൈ ഫാദർ വാസ് അഡ്മിറ്റഡ്. അപ്പോൾ അവിടെ ആ നേരത്തെ ഉള്ള ഒരു കാര്യം നമ്മൾ വീണ്ടും എടുത്തു പറയുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഡയറക്ഷന് മുമ്പിൽ ഉപയോഗിക്കാം. ദി ഈസ്റ്റ്, ദി വെസ്റ്റ്, ദി നോർത്ത്, ദി സൗത്ത്. ഇതേപോലെ ആർട്ടിക്കിൾ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഓടിച്ചൊന്ന് പറയുന്നേ ഉള്ളൂ, ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കാം. നമുക്കറിയാമല്ലോ, there are 26 letters in the English alphabet, 21 known as consonants. അതിൽ 21 ഇല്ല, 19 എണ്ണം. ബാക്കി 2 എണ്ണം സെമി വോവൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ പോയിട്ട് 5 വോവൽസ്, എ, ഇ, ഐ, ഒ, യു. ഇങ്ങനെ വരുന്ന വോവൽ സൗണ്ട് ഉള്ള വോവൽ സൗണ്ടിന് മുന്നിൽ എന്തുപയോഗിക്കുന്നു? ആൻ അപ്ലൈ ചെയ്യുന്നു. ആൻ ആപ്പിൾ, APPLE, ആൻ ആപ്പിൾ. ആൻ ആക്സ്, anas, an aeroplane, an apple, an axe, anas, an aeroplane. അതുപോലെ ഇ,
engine, an engine, an engineer, an easel, an egg. ഇതിൽ പോകുന്നു. I, an inch, an inkpot, an injury, an ibex. ഇങ്ങനെ പോകുന്നു. ഇനി O, an old man, an orange, an old man, an orange, ox, an ox. ഇതേ രീതിയിൽ O, U, an uncle, underwear, umbrella. ഇതേ രീതിയിൽ നമുക്ക് വോവൽ സൗണ്ടിന് മുന്നിൽ, എന്നാൽ വോവൽ സൗണ്ട് യു മാത്രം ഒന്നെടുക്കാം. എക്സാമ്പിൾ യു വോവൽ സൗണ്ടിന് മുന്നിൽ എന്നാണ് പറഞ്ഞത്. വോവൽ സൗണ്ടിന് മുന്നിലാണ് ആൻ അപ്ലൈ ചെയ്യുന്നത്. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, അതിന്റെ സൗണ്ട് അംബർല പോലെയല്ല, യു എന്നാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി, എ യൂണിവേഴ്സിറ്റി. അതുപോലെ യൂണിയൻ, യൂണിറ്റ്, യൂണിഫോം, യുട്ടൻസിൽ, ഇവിടെയെല്ലാം എന്താണ് എ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ കൺസോണന്റ് സൗണ്ടിൽ തുടങ്ങുകയും കൺസോണന്റിൽ തുടങ്ങുകയും കൺസോണന്റ് അത് സൈലന്റ് ആയിരിക്കുകയും വോവൽ സൗണ്ട് കൊണ്ട് പ്രൊണൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് അവർ, യുവർ, ഇവിടെ വെച്ച് സൈലന്റ് ആണ്. അവർ എന്നാ പറയുക. ഓണസ്റ്റ്, ഓണസ്റ്റ് എന്നാ പറയുക. ഹോണസ്റ്റ് അല്ല, ഹോട്ടൽ അല്ല, ഹോട്ടൽ. ഇതേ രീതിയിൽ എച്ച് സൈലന്റ് ആവുന്നു. ഓ വോവൽ സൗണ്ട്. അപ്പോൾ ഒരു വേർഡ് ഇപ്പോൾ എച്ചിൽ അല്ലെങ്കിൽ നൗൺ കൺസോണന്റിൽ ആരംഭിക്കുന്നു, പക്ഷേ സൗണ്ട് വോവലിൻ്റെതാണെങ്കിൽ അവിടെ നമ്മൾ ഈ രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, അതിൽ പഠിക്കും. സോ ദിസ് ഈസ് ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് what is article and some examples. Please share, subscribe and support me. Thank you.